നമ്മളോട് അള്ളാഹു പറയുന്നത് അവിധം മഹാസാഹസങ്ങളല്ല. റതജാഫ ജുനൂബഹും, കിടന്നുറങ്ങുന്നിടത്തൊന്ന് എഴുന്നേൽക്കണം. റബ്ബിനെ ഓർത്തുകൊണ്ട് ഏതാനും റക്അത്തുകൾ നിസ്കരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കരുണാമയനായ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പരിവേദനങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം നിശബ്ദതയിൽ അർപ്പിച്ചു കൊടുക്കണം. അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില പ്രയോഗങ്ങളിൽ കാണാം, വന്നാസുനിയാം. സ്വർഗത്തിലേക്ക് പോണ ആളുകൾ പറയുന്നിടത്ത് അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, വന്നാസുനിയാം, ജനങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവണം. ഷഅബാൻ കഴിഞ്ഞാൽ റമളാൻ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ അതിൽ പ്രവേശിക്കും. റമളാനെ കുറിച്ച് മുത്ത് റസൂൽ പറഞ്ഞത് ഷഹ്റു ഉമ്മത്തി, എന്റെ ഉമ്മത്തിങ്ങളുടെ മാസം. ഉമ്മത്തിങ്ങൾ ആത്മീകമായി അർശിന്റെ മുകളിലേക്ക് എത്തുന്ന മാസം. ഉമ്മത്തിങ്ങൾക്ക് സ്വർഗം ഉറപ്പുള്ള മാസം. ഉമ്മത്തിൽ നിന്ന് സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ച റബ്ബ് കരുണാവാരിധിയാകുന്ന നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കുന്ന മാസം. എല്ലാ കാരുണ്യവും വർഷിച്ചുകൊണ്ടിരിക്കുന്ന മാസം. ഇത്തരം കുറെ ഓഫറുകൾ നമ്മുടെ മുമ്പിൽ വെച്ച് പടച്ച റബ്ബ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? പരിശുദ്ധ ഖുർആൻ ഉടനീളം പരിശോധിക്കുക. നരകത്തിലേക്ക് വരൂ എന്നൊരു വാക്ക് അതിലില്ല. നരകത്തിലേക്ക് വരൂ എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്ക് പോലും അതിലില്ല. നേരെ മറിച്ച് സ്വർഗത്തിലേക്ക് നിരന്തരമായി ഖുർആൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. സൂറത്തുൽ ആൽ ഇംറാന്റെ 133-ാമത്തെ വാക്യം ഇടക്കിടക്ക് നമ്മൾ പാരായണം ചെയ്യണം. ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് ഓടി വരൂ. പതിയെ പതിയെ പോരരുത്, അങ്ങിങ്ങ് തങ്ങി നിൽക്കരുത്. നിങ്ങൾ ഓടി വരണം. ഈ വാക്ക് കേട്ടപ്പോൾ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു ഇതിന്റെ രണാങ്കളത്തിലെ സംഘർഷഭരിതമായ ഒരു നിമിഷത്തിൽ താൻ കഴിക്കാനെടുത്ത കാരക്കയുടെ ചീൾ തിന്നുപോകുമ്പോഴേക്ക് നേരം വൈകുമോ എന്ന് ആശങ്കിച്ച് അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് പിന്നെയും പടക്കളത്തിലേക്ക് ധീര പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു. തന്റെ വലതുകാലിന് ജന്മനാ വൈകല്യമായിരുന്നു. ഇടതുകാലിൽ ചാടിച്ചാടിയാണ് നടക്കാറുള്ളത്. 60 വയസ്സ് വരെയും മനാത്ത എന്ന സ്വയം നിർമ്മിത പ്രതിഷ്ഠയെ ആരാധിച്ചുകൊണ്ടിരുന്നു. മനാത്തയെ ആരാധിച്ചു. അദ്ദേഹത്തിന്റെ ഇഷ്ടവിഗ്രഹം മനാത്തയാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രതിഷ്ഠയും ദൈവവും മനാത്തയായി. മക്കൾ 3 പേരും പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മക്കൾ പിതാവിന്റെ മതം മാറ്റാനുള്ള ചില ശ്രമങ്ങൾ നടത്തി. ഈ പ്രതിഷ്ഠയെ ആരാധിക്കുന്ന ബുദ്ധിശൂന്യത പിതാവിനെ ബോധിപ്പിച്ചു കൊടുക്കണം. സ്വയം കൊത്തിയുണ്ടാക്കി സ്വയം സേവനം ചെയ്ത് ഒളിഞ്ഞിട്ട് വീണാലൊന്ന് പൊങ്ങിയിരിക്കാൻ പോലും കഴിയാത്ത ഈ സൃഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ ആരാധിക്കുന്നതിന്റെ നിരർത്ഥകത പിതാവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. മക്കൾ ഒരു കാര്യം ചെയ്തു. പിതാവിന്റെ ഇഷ്ടവിഗ്രഹമാകുന്ന മനാത്തയെ അഴുക്ക് വലിച്ചെറിയുന്ന, പെണ്ണുങ്ങളുടെ മെൻസസിന്റെ ഈ വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുന്ന ഒരു കിണറിൽ കൊണ്ടുപോയി തള്ളിയിട്ടു. രാവിലെ പൂജാദ്രവ്യങ്ങളുമായി ഉപാസന അർപ്പിക്കാൻ അംർ ബിൻ ജമൂഹ് കടന്നു വന്നപ്പോൾ ദൈവത്തെ കാണാനില്ല. അദ്ദേഹം പരിഭ്രമിച്ചു. തന്റെ ഒറ്റക്കാലിൽ ചാടി തെരഞ്ഞു നടന്നു. അവസാനം ഈ കിണറിൽ നിന്ന് ദൈവത്തെ കണ്ടെടുത്തു. ഇങ്ങനെയൊക്കെയോ വലിച്ചു കയറ്റിയിട്ട് പിന്നെയും ശുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തി. പിറ്റേ ദിവസവും മക്കൾ തന്നെ ചെയ്തു. 3-ാമത്തെ ദിവസം കുറച്ചുകൂടെ മാരകമായിരുന്നു മക്കളുടെ പ്രവൃത്തി. എങ്ങാണ്ട് ചത്തു ചീഞ്ഞ് കിടക്കുന്ന ഒരു പട്ടിയുടെ ശവം കൊണ്ടുവന്ന് മനാത്തയിൽ കൂട്ടിക്കെട്ടിയിട്ടു പറഞ്ഞു. അന്ന് അംർ ബിൻ ജമൂഹ് തങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ ഒരു കോളിളക്കമുണ്ടായി. ലൈറ്റ് കത്തി, പുതിയ കുട്ടിയുടെ ഭാഷയിൽ ലഡു പൊട്ടി എന്നും പറയാം. അദ്ദേഹം അങ്ങനെ ആലോചിച്ചു, ഞാൻ ഇതുവരെ പൂജിച്ച